പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും ചട്ടിയിൽ തിക്കായി വളർത്തുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. വൈവിധ്യമാർന്ന ഇലകളുടെ ഭംഗിയും കെയറിങ് അധികം ആവശ്യമില്ലാത്തതുകൊണ്ടും പ്രൊപ്പഗേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതുകൊണ്ടും അഗ്ലോണിമ ചെടികളെ എല്ലാവരും വളർത്തുവാൻ ഇഷ്ടപ്പെടുന്നു. ഇനി നമുക്ക് ഈ പ്ലാന്റ്സിൻ്റെ കെയറിങ് നോക്കാം. ഈ ചെടികളെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ വയ്ക്കരുത്. സൺലൈറ്റ് കൂടിയാൽ ഇവയുടെ ഇലകളുടെ നിറം മങ്ങുവാനും കരിഞ്ഞു പോകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ ചെടികൾക്കുള്ള പോട്ടിംഗ് മിക്സ് നമ്മൾ സാധാരണ ചെടികൾ നടുമ്പോൾ ഉപയോഗിക്കുന്ന ഗാർഡൻ സോയിൽ, കൊക്കോപീറ്റ്, ചാണകപ്പൊടി എന്നിവ മതി. മഴക്കാലത്താണ് നടുന്നതെങ്കിൽ ഈ പോട്ടിംഗ് മിക്സിൽ ഏതെങ്കിലും ഫംഗിസൈഡ് ചേർക്കുന്നത് ചെടികൾ ചീഞ്ഞു പോകാതിരിക്കുവാൻ സഹായിക്കും. വേനൽക്കാലത്ത് ചെടികളുടെ ഇലകൾ നല്ലവണ്ണം നനയുന്ന രീതിയിൽ നനയ്ക്കണം. ചെടികളുടെ ഇലകൾ ഉണങ്ങാതിരിക്കുവാനും ഇലകൾക്ക് നല്ല ഗ്ലേസിങ് കിട്ടുവാനും നല്ലതാണ്. മഴക്കാലത്ത് അധികം നനയ്ക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരിക്കൽ നനച്ചാൽ മതിയാകും. പ്രൊപ്പഗേഷന് വേണ്ടി ലെങ്തി സ്റ്റെമ്മുള്ള പ്ലാന്റ് എടുക്കാം. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് പ്ലാന്റ്സ് കട്ട് ചെയ്തെടുത്ത് വേറൊരു ചട്ടിയിൽ നടാം. ഒരു ചട്ടിയിൽ 2-3 ചെടികൾ ഒരുമിച്ച് നട്ടാൽ നല്ല ക്ലസ്റ്ററായി വളർന്നു കിട്ടും. ഒരു പ്ലാന്റാണ് ചട്ടിയിൽ നടുന്നതെങ്കിൽ അതിൽ നിന്ന് വേറെ ഷൂട്ട് വരുവാൻ സമയം കൂടുതലെടുക്കും. ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റി ആയതിനാൽ അതിൽ നിന്നും ഷൂട്ട് വരുവാൻ ടൈം എടുക്കും. അതിനാൽ ഈ ചെടികളുടെ സ്റ്റെം കുറച്ച് ലെങ്തി ആയാൽ സ്റ്റെം കട്ടിംഗ് വഴി എളുപ്പത്തിൽ ധാരാളം ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന ഭാഗങ്ങൾ ചീഞ്ഞു പോകാതിരിക്കുവാൻ സാഫ് പുരട്ടുന്നത് നല്ലതായിരിക്കും. കട്ട് ചെയ്തെടുത്ത ചെടികളും സ്റ്റെം കട്ടിങ്ങും വേറൊരു ചട്ടിയിൽ നട്ടതിന് ശേഷം ഒരാഴ്ചത്തേക്ക് തണലത്ത് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ മഴയോ വെയിലോ കൊണ്ട് ചെടി ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ ഒരു ചട്ടിയിൽ തന്നെയാണ് 3-4 ചെടികൾ ഒന്നിച്ച് നട്ടിരിക്കുന്നത്. അങ്ങനെ നടണമെന്നില്ല. വേരുകൾ വന്നതിന് ശേഷം മാറ്റി നട്ടാലും മതി. ചട്ടികൾ കുറവായതുകൊണ്ടാണ് ഒന്നിച്ച് നട്ടിരിക്കുന്നത്. ഇത് ഞാൻ സ്റ്റെം കട്ടിംഗ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ്. ഏകദേശം 1 മാസമായപ്പോഴേക്കും ചെറിയ ഷൂട്ട് ഇതിൽ നിന്നും വന്നു. 1 മാസം കൂടി കഴിയുമ്പോൾ ഇതിനെ വേറെ ചട്ടിയിൽ മാറ്റി നടാം. മഴക്കാലത്ത് ഈ ചെടികളെ അധികം മഴ ഏൽക്കാത്ത സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ഈ ചെടികൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
ചില അഗ്ലോണിമ വെറൈറ്റിയിൽ ചെറിയ തൈകൾ വേഗം വരാറുണ്ട്. ഇത് അഗ്ലോണിമ ഡോണ കാർമൻ. ഇതിൻ്റെ മദർ പ്ലാന്റ് ആണിത്. ഇതിൽ നിന്നും വളർന്നു വന്ന ചെടികൾ നട്ടാണ് ഞാൻ ഇത്രയും ചെടികൾ ഉണ്ടാക്കിയെടുത്തത്. മാസത്തിലൊരിക്കൽ ഏതെങ്കിലും വളങ്ങൾ നൽകുന്നത് പ്ലാന്റ്സ് നല്ല ഹെൽത്തിയായി വളരുവാൻ സഹായിക്കും. ഞാൻ ഗ്രീൻ കെയർ എന്ന വളമാണ് നൽകുന്നത്. ഇടയ്ക്ക് ജൈവവളങ്ങളും നൽകാറുണ്ട്. ഇത്രയുമൊക്കെയാണ് ഞാൻ എൻ്റെ അഗ്ലോണിമ പ്ലാന്റ്സിന് വേണ്ടി ചെയ്യുന്ന കെയറിങ്. ഇനി പുതിയൊരു ഗാർഡൻ ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.